ഒരു 10-15 മിനിറ്റ് ആയപ്പം ഫോൺ എന്തായി ചാർജ് നോക്കാൻ നോക്കുമ്പം ഫോണില്ല, ചാർജർ മാത്രമേ ഉള്ളൂ. അവിടെ എത്തി ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ വളരെ ഒരു VVIP എക്സ്പീരിയൻസിൽ കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്ലെയിനിൻ്റെ അടുത്ത് വന്നിട്ട് കാറിൽ പിക്കപ്പ് ചെയ്യാന്നുള്ളത്. ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റാത്ത അത്രയും പെയിനായി. ആയപ്പോൾ ഞാനൊരു കോഫി ഷോപ്പിന് മുന്നിൽ എത്തി. ആ കോഫി ഷോപ്പ് പക്ഷേ അടച്ചിരിക്കുകയായിരുന്നു, ഒരു തുറക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് ഇവിടെ ഇരുന്നിട്ടോ, അവിടെ ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ടോ? പറഞ്ഞു കുഴപ്പമില്ല, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. തുടങ്ങുമ്പം ചിലപ്പം വെയിലുള്ള സ്ഥലത്തായിരിക്കും തുടങ്ങുക, ഡ്രൈ ആയിട്ടുള്ള ട്രാക്ക് ആയിരിക്കും. അതിൽ പോയി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മഞ്ഞ് കാണാം. ഇങ്ങനെ ഒരു 27 കിലോമീറ്ററിൽ ഒരു 4-5 ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും. നമസ്കാരം, ഞാൻ ഹാനി മുസ്തഫ, കോഴിക്കോടാണ് സ്വദേശം. ഞാൻ ഒരു ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ യാത്രകളെല്ലാം തന്നെ വാഹനമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള യാത്രകളിൽ എനിക്കുണ്ടായിട്ടുള്ള വ്യത്യസ്തമായതും ആദ്യമായിട്ടുള്ള കുറേ അനുഭവങ്ങളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഒരു ഓട്ടോമോട്ടീവ് ജേർണലിസ്റ്റ് എന്ന നിലയിൽ ഞാൻ ആദ്യമായിട്ട് നടത്തിയൊരു യാത്ര എന്ന് പറയുന്നത് ഒരു ഇൻവൈറ്റഡ് ആയിട്ടുള്ള യാത്രയാണ്. അത് 2007 BMW ഇന്ത്യയിൽ വരുന്ന സമയത്ത് കുറേ ജേർണലിസ്റ്റ് വിളിച്ചിരുന്ന ഒരു യാത്രയായിരുന്നു. അത് എൻ്റെ ആദ്യമായിട്ട് കിട്ടിയ ഒരു യാത്ര അടക്കമുള്ള ഒരു ഇൻവിറ്റേഷനാണ്. അതിന് മുന്നുള്ള എല്ലാ വണ്ടി റിലേറ്റഡ് യാത്രകളും സ്വന്തമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ ഈ യാത്ര വളരെ സ്പെഷ്യലാണ് ഒരുപാട് കാര്യത്തിൽ. ഒന്നാമത് ഒരു ഇൻവിറ്റേഷൻ കിട്ടി, ഫുൾ ചെലവോട് കൂടിയിട്ട് അവർ കൊണ്ടുപോകുന്നു എന്നുള്ള യാത്ര. അതിൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് നിന്ന് വീട്ടിൽ നിന്ന് ടാക്സി വന്നു, നെടുമ്പാശ്ശേരി എയർപോർട്ട് വരെ പോയി. അവിടെ നിന്ന് മറ്റേ കേരളത്തിൽ 2 ജേർണലിസ്റ്റുകളുണ്ടായിരുന്നു, അവരെ കൂടെ യാത്ര ചെയ്ത്. അതിൽ ആദ്യത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ലൈഫിൽ ബിസിനസ് ക്ലാസ് യാത്ര നടത്തി എന്നുള്ളതാണ്. അന്ന് ജെറ്റ് എയർവേസ് ഉള്ള സമയമായിരുന്നു. കൊച്ചിയിൽ നിന്ന് ബോംബെ വരെ ആയിരുന്നു യാത്ര. ലോനാവാലയിലായിരുന്നു ഇവന്റ്. അപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് ബൈജു നായരും സന്തോഷ് ജോർജും അങ്ങനെ 2 പേരെ കൂടെയായിരുന്നു ഞാൻ യാത്ര ചെയ്തത്. ഞങ്ങൾ 3 പേരും അവിടെ എത്തുകയും അവിടെ നമ്മളെ വെൽക്കം ചെയ്യുമ്പോൾ തന്നെ വലിയൊരു വെൽക്കം ആണ് നമുക്ക് കിട്ടിയിരുന്നത്. പ്രത്യേകിച്ച് BMW ആ ഒരു വരുന്നൊരു വർഷമായതുകൊണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു വെൽക്കം കഴിഞ്ഞ് ഞങ്ങൾ ടാക്സി കയറി അവിടെ നിന്ന് ലോനാവാല വരെയുള്ള യാത്ര നല്ലൊരു അനുഭവമായിരുന്നു. കാരണം അന്ന് കേരളത്തിൽ സീനിയറായി നിന്നിരുന്ന 2 ഓട്ടോ ജേർണലിസ്റ്റുകളെ കൂടെയായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അപ്പോൾ അവരുമായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനും പങ്കുവയ്ക്കാനും പറ്റി. അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒരു വാം വെൽക്കം, ലൈഫിൽ അങ്ങനെ ഒരു വെൽക്കം കിട്ടുന്ന ആദ്യമായിട്ടായിരുന്നു. അങ്ങനെ വന്ന് അവിടെ നമ്മൾ ആംബി വാലി എന്ന് പറഞ്ഞ റിസോർട്ടിലായിരുന്നു ഈ ഒരു പ്രോഗ്രാം നടന്നിരുന്നത്. ഈ ആംബി വാലി എന്ന് പറഞ്ഞാൽ അന്ന് സഹാറ ഡെവലപ്പ് ചെയ്ത ഇന്ത്യയിൽ തന്നെ വളരെ സെൻസേഷൻ ആയിട്ടുള്ള വലിയൊരു പ്രോപ്പർട്ടിയായിരുന്നു. ആ ഒരു പ്രോപ്പർട്ടീനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കേട്ട അറിവ് വെച്ചും അതുപോലെ തന്നെ ഫോട്ടോസ് എല്ലാം കണ്ടിട്ട് വളരെ എക്സൈറ്റ്മെന്റിലായിരുന്നു ഞാൻ അവിടെ എത്തിയിരുന്നത്. ആ എക്സൈറ്റ്മെന്റ് ഒന്നുകൂടെ ഒന്ന് ത്രില്ല് ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു അവിടുത്തെ അനുഭവം. കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഫോട്ടോ കാണുന്നതിനേക്കാൾ നേരിട്ട് കാണുമ്പോഴുള്ള ഒരു അനുഭവമുണ്ട്. അവിടെ എത്തി വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കോട്ടേജ് ആയിരുന്നു നമുക്കെല്ലാം തന്നിരുന്നത്. ആ കോട്ടേജിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. എല്ലാ സ്ഥലത്തും എത്തുമ്പോഴും BMW ബ്രാൻഡിങ്ങോട് കൂടിയുള്ള പല ഗുഡീസും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ സാധാരണ കാണുന്ന പ്രിങ്കിൾസ് പോലും അവരവരുടെ രീതിയിൽ പാക്ക് ചെയ്തെല്ലാം തന്നപ്പം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു അത്. പിറ്റേന്ന് നമ്മൾ ഒരു 2 ദിവസത്തെ ഡ്രൈവിംഗ് പ്രോഗ്രാം ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ നമ്മൾ ഗ്രൂപ്പാക്കി തിരിച്ച് ജർമ്മനിയിൽ നിന്നെല്ലാം വന്നിട്ടുള്ള ഡ്രൈവർ ട്രെയിനേഴ്സായിരുന്നു നമ്മൾ ട്രെയിനിങ്ങിന് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ സ്റ്റെയറിംഗ് പിടിക്കേണ്ട രീതി, എങ്ങനെ ഇരിക്കണം, എങ്ങനെ ബ്രേക്ക് ചെയ്യണം, ഇതെല്ലാം തന്നെ ആദ്യം ബേസിക്കായിട്ട് പഠിപ്പിച്ചിരുന്നത്. അന്ന് BMW എല്ലാ റേഞ്ചും വണ്ടികളും ഉണ്ടായിരുന്നു. അതിൽ നമുക്ക് പല ട്രെയിനിങ്ങും തന്നു. ഓൺ റോഡ് ട്രെയിനിങ് ആവട്ടെ, ഓഫ് റോഡ് ട്രെയിനിങ് ആവട്ടെ, ഇങ്ങനെ പല ട്രെയിനിങ്ങും തന്നിരുന്നു. അന്ന് അങ്ങനെയുള്ള ട്രെയിനിങ് എല്ലാം കഴിഞ്ഞു. അവർ നമുക്ക് ശരിക്കുള്ള ഒരു പ്രോപ്പർ ഡ്രൈവർ ട്രെയിനിങ് തന്ന് നമ്മളൊരു നല്ല ഡ്രൈവറാക്കി മാറ്റുന്ന രീതിയിലുള്ളൊരു പ്രോഗ്രാമായിരുന്നു. അതിലാണ് എനിക്ക് ശരിക്കും ഒരു ഓട്ടോമോട്ടീവ് ജേർണലിസം ലൈഫിൽ ശരിക്കും എങ്ങനെയാണ് പ്രൊഫഷണലിസം ഉണ്ടാവുക എന്നുള്ളത് മനസ്സിലാവുന്നത്. കാരണം അത്രയും കാലം ഞാൻ എഴുതിയിരുന്ന സമയത്ത് നമ്മളെ പരിചയത്തിൽ കിട്ടുന്ന വണ്ടികളും നമ്മൾ കോണ്ടാക്ട് ചെയ്തിട്ട് പല സ്ഥലത്തും പോയിട്ട് ഡ്രൈവ് ചെയ്ത വണ്ടികളായിരുന്നു നമുക്ക് പരിചയം ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് വണ്ടീനെ കുറിച്ച് എഴുതാറുണ്ട്. പക്ഷെ ഒരു പ്രൊഫഷണലിസം എന്താണെന്നുള്ളത് എനിക്ക് കിട്ടിയതും മനസ്സിലാക്കാൻ സാധിച്ചത് ആ ഒരു ട്രിപ്പിലാണ്. രസകരമായിട്ടുള്ള കുറേ അനുഭവങ്ങൾ പിന്നീടുണ്ടായി. ഞാനന്ന് ബോംബെയിൽ തിരിച്ചു പോയി, ബോംബെയിൽ നിൽക്കാമെന്ന് കരുതി. അപ്പോൾ അക്കാലത്ത് നമുക്കറിയാം ഇന്നത്തെ പോലെ സ്മാർട്ട് ഫോൺസ് ഒന്നും ആയിട്ടില്ല. അപ്പം എൻ്റെ അടുത്ത് നോക്കിയുടെ ഒരു N73 ഫോണായിരുന്നു ഉണ്ടായത്. അപ്പം നമ്മളന്ന് ബോംബെയിൽ പോയാലും ഇവിടെ പോയാലും തന്നെ ഞാൻ ഒരുപാട് ഫോട്ടോ വണ്ടിയുടെ ക്ലിക്ക് ചെയ്യും. അന്ന് ഞാൻ ഉണ്ടായിരുന്ന ഒരു ഫോറത്തിൽ ഈ സ്പോട്ടിങ് ഫോട്ടോസ് എല്ലാം പോസ്റ്റ് ചെയ്യുന്നൊരു പരിപാടി ഉണ്ട്. അപ്പോൾ അന്ന് ഇത് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യയിലാവട്ടെ കേരളത്തിലാവട്ടെ കാണുന്ന പുതിയ വണ്ടികളെല്ലാം സ്പോട്ട് ചെയ്യും, അതിനെപ്പറ്റി അറിയുന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്യും, അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയമാണ്. അപ്പോൾ ഈ എൻ്റെ അടുത്ത് അന്നുണ്ടായിരുന്ന നോക്കിയുടെ ഒരു N73 എന്ന് പറഞ്ഞ ഫോണ്. അതിങ്ങനെ ഫ്ലിപ്പ് തുറന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റും.
ആ സമയത്തായിരുന്നു എനിക്ക് എൻ്റെ ഫാദർ ഉപ്പ ഒരു ഡിജിറ്റലായിട്ടുള്ള ഒരു DSLR ക്യാമറയും തന്നു. അപ്പോൾ ആ സമയത്ത് ഈ ഒരു 2 ക്യാമറയും വെച്ചിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത്. അന്ന് ഞാൻ ബോംബെയിൽ പോയി. ബോംബെയിൽ നിന്നും ഒരു ദിവസം വൈകിട്ട് ഉച്ചയ്ക്ക് എത്തി സേവാനികേതൻ എന്ന് പറഞ്ഞ ദാദറിൽ ഒരു YMCA പോലൊരു ഹോസ്റ്റലുണ്ട്, അവിടെ നിന്ന്. അപ്പോൾ അവിടെ നിന്നു. വൈകിട്ടൊന്ന് ഗേറ്റ് ഓഫ് ഇന്ത്യ വരെ പോയി. അവിടെ നിന്ന് ഞാനിങ്ങനെ വെറുതെ നിൽക്കുമ്പം 1-2 സെലിബ്രിറ്റീസുള്ള വണ്ടികൾ കണ്ടു. പ്രത്യേകിച്ച് അന്ന് വളരെ പ്രശസ്തമായിരുന്നു സുനിൽ ഷെട്ടിയുടെ ഹമ്മർ H2. അപ്പം അത് കണ്ടു. അത് പോകുന്ന ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം താജ് ഹോട്ടലിൻ്റെ ഒരു ഗേറ്റിൽ ഒരുപാട് പാപ്പറാസിസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫേഴ്സ് നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് നടന്നു. അവിടെ അന്ന് ഒരു ഇവന്റ് നടക്കുന്നുണ്ട്. അന്നാണ് ഞാൻ കുറേ ബോളിവുഡ് സെലിബ്രിറ്റീസിനെ, സ്റ്റാർസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം കാണാൻ പറ്റുന്നത് നേരിട്ടിട്ട്. ഷാറൂഖ് ഖാൻ, ഐശ്വര്യ റായ്, അതുപോലെ പലരും, അമിതാഭ് ബച്ചൻ, അങ്ങനെ പലരും വന്നു പോകുന്നുണ്ട്. അവരുടെ കാറുകൾ കണ്ട്. എന്നെ ഫോക്കസ് അന്നും കൂടുതലും കാറിലായിരുന്നു. കാറിൻ്റെ ഫോട്ടോ എടുക്കാന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അന്ന് ഈ ഫോട്ടോയിൽ എടുക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ആവേശം കയറി വരിക. കാരണം ഈ ഒരു ഫോറത്തിൽ എനിക്കൊരു പുതിയ പേജ്, സെലിബ്രിറ്റി കാസ്റ്റിൻ്റെ സ്പോട്ടിങ്സ് ഉണ്ട്, ഒരുപാട് ഫോട്ടോ കിട്ടി. അന്നത്തെ ഒരു ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ജേർണലിസ്റ്റ് ആയി വരുന്നുള്ളൂ, ബഡ്ഡിങ് ജേർണലിസ്റ്റാണ്. ഈ ഒരു സ്പോട്ടർ മൈൻഡും ഉണ്ട്. അങ്ങനെ വൈകിട്ട് വരെ ഫോട്ടോയിൽ എടുത്ത് തിരിച്ച് ഹോസ്റ്റലിൽ പോയി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ കോമൺ ചാർജിങ്ങേ ഉള്ളായിരുന്നു അന്ന്. അപ്പോൾ റൂമിൽ ചാർജിങ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കോമൺ ചാർജിങ്ങിൽ ചാർജ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ മുമ്പ് അവിടെ താമസിച്ചുകൊണ്ട് എനിക്കറിയാം സേഫ് ആണെന്നുള്ളത്. ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ചാർജ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കോർട്ട്യാർഡിലാണ്. അവിടെ കോർട്ട്യാർഡിൻ്റെ അടുത്ത് തന്നെയാണ് ഒരു കോമൺ ടോയ്ലറ്റ് ഉള്ളത്. ഞാൻ ചാർജ് ചെയ്യാൻ വെച്ച് അവിടെയുള്ള ഒരു ഡ്രോയിലാണ് ഫോൺ വയ്ക്കാം. ഞാൻ ഒന്ന് ഫ്രഷ് ആകാൻ പോയി വന്നപ്പോഴേക്ക് ഫോൺ അവിടെ ഉണ്ട്, ചാർജർ അവിടെ ഉണ്ട്. ഞാൻ ഫോൺ ചാർജ് ചെയ്യുന്നു എന്നാണ് കരുതിയിരുന്നത്. ഒരു 10-15 മിനിറ്റ് ആയപ്പം ഫോൺ എന്തായി ചാർജ് നോക്കുമ്പം ഫോണില്ല, ചാർജർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയും സന്തോഷപൂർവ്വം വന്നിട്ട് പിന്നെ ഉണ്ടായത് ഭയങ്കര സങ്കടമായിട്ടുള്ളൊരു നിമിഷമായിരുന്നു. ആ നിമിഷത്തിൽ എനിക്ക് അനുഭവപ്പെട്ട 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എടുത്തിരിക്കുന്ന ഒരുപാട് ഫോട്ടോ ഉണ്ട്, ബാക്കപ്പ് ചെയ്തിട്ടില്ല. ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് കണ്ട് നെക്സ്റ്റ് ഡേ അത് ഫുള്ളും നഷ്ടപ്പെട്ടൊരു അനുഭവം. അതിന് പുറമെ അന്ന് തന്നെ നമ്മൾ ഫോണിലായി നമ്പറെല്ലാം സേവ് ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നമ്പറുകൾ അന്ന് ഓർമ്മയിലുണ്ട്, പക്ഷെ ബാക്കിയുള്ള നമ്പറെല്ലാം വിട്ടു. കാരണം ഞാൻ അന്ന് പിറ്റേന്ന് വേറൊരു കാറിൻ്റെ ഒരാളായിട്ട് സംസാരിച്ചൊരു വണ്ടിയുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തതാണ്. അത് ഫോണിലുണ്ടായിരുന്നത്. അതിൻ്റെ ശേഷം നാട്ടിൽ നിന്ന് വന്ന ഒരാൾ ഈ BMW ഇവൻറ്റിനെ കസ്റ്റമർ ഡ്രൈവിന് വന്ന ഒരാളായിട്ട് ലഞ്ചിന് പോകാമെന്ന് വെച്ചു. അതെല്ലാം അവിടെ വെച്ചിട്ട് പെട്ടെന്ന് നിന്നുപോയി. ഭാഗ്യത്തിന് അന്ന് പ്രിൻ്റിലെടുത്ത ടിക്കറ്റ് കണ്ട് തിരിച്ചു വരാൻ പറ്റി. ഈ ഒരു ഫസ്റ്റ് യാത്രാനുഭവത്തിൽ തന്നെ ഒരുപാട് മധുരവും ചെറിയ കയ്പെല്ലാം ഉണ്ടായിട്ടാണ് ഈ ഒരു അനുഭവം തുടങ്ങുന്നത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഒരുപാട് വ്യത്യസ്തമായ അനുഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 2012 ആദ്യമായിട്ട് എനിക്കൊരു ഇൻ്റർനാഷണൽ യാത്ര ലഭിക്കുന്നത്, ഓട്ടോമോട്ടീവ് റിലേറ്റഡ് ആയിട്ടുള്ള. അത് യൂറോപ്പിലേക്കായിരുന്നു. അത് ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ ഒരു ഇൻവിറ്റേഷനിൽ വന്ന ട്രിപ്പായിരുന്നു. അതിൽ 2-3 അനുഭവങ്ങൾ ആ യാത്രയിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ പോയി ജാഗ്വർ ലാൻഡ് റോവറിൻ്റെ ഫാക്ടറി വിസിറ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഒരു ന്യൂ കാസിൽ എന്ന് പറഞ്ഞിട്ട് ഒരു പഴയ ഒരു കാസിലിൽ ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെ ഓഫ് റോഡ് ട്രെയിനിങ് സെൻ്റർ ഉണ്ട്. അന്ന് പോയപ്പം ഫസ്റ്റുള്ളൊരു അനുഭവം, അങ്ങനത്തെ ഒരു കാസിൽ നമ്മൾ സാധാരണ കാണുന്നതാണ്, കുറേ ഫോട്ടോസിലും വീഡിയോസിലും മൂവീസിലെല്ലാം കണ്ട്. പക്ഷെ അത് നേരിട്ട് കാണുമ്പം കിട്ടിയ ഒരു ഫീലുണ്ട്. കാരണം വലിയ വാളുകൾ, നമ്മൾ ചിലപ്പം വിശാലമായി ചിന്തിക്കാൻ നമ്മൾ വിശാലമായ റൂമിലിരിക്കണം, അല്ല സ്ഥലത്തിരിക്കണം എന്ന് പറയും. ആ ഒരു ഫീൽ എനിക്ക് അവിടെ നിന്ന് കിട്ടിയ. കാരണം നമ്മൾ സാധാരണ ചെറിയ റൂമിലിരിക്കുന്ന ഒരു ഫീലും വളരെ വിശാലമായിട്ടൊരു വലിയ ഹാള്, വലിയ വിൻഡോ, അതിലൂടെ വരുന്ന ലൈറ്റ്, കാഴ്ചകളെല്ലാം കാണുമ്പം നമ്മൾ കുറേ കാലമായിട്ട് ഹോളിവുഡ് മൂവികളിലും അത് തന്നെ അങ്ങനെയുള്ള വീഡിയോസിലെല്ലാം കണ്ടൊരു ഫീല്. അപ്പം തന്നെ ഒരു വേറെ തന്നെ കണക്ട് കിട്ടിയ പോലെ എനിക്ക് തോന്നി. ആ ഒരു കണക്റ്റിൽ നിന്ന് നമുക്ക് ആളുകളായിട്ട് സംസാരിക്കുമ്പം കിട്ടുന്ന അനുഭവം. യാത്ര ആണ് മനുഷ്യന്മാരെ പൂർണ്ണരാക്കുക എന്ന് പറയും. ഒരു വ്യക്തിൻ്റെ പൂർണ്ണതയ്ക്ക് ആവശ്യം യാത്രകളാണ്. അത്തരമുള്ള അനുഭവങ്ങൾ, ആളുകളുടെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന അനുഭവം, അതേപോലെ തന്നെ അവരുടെ ഒരു കൾച്ചറൽ അനുഭവം, ഫുഡ് എക്സ്പീരിയൻസ്, ഇതെല്ലാം തന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് എനിക്ക് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അനുഭവങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ആ യാത്രയിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത 2 കാര്യങ്ങളുള്ളത്. ഒന്ന്, അവിടെ നിന്ന് നമ്മൾ ബർമിംഗ്ഹാമിൽ 2 ദിവസം കഴിഞ്ഞ് ലോകത്ത് നിന്ന് ഏറ്റവും വലിയ റേസ് ട്രാക്ക് ഉണ്ട്, നെർബറിംഗ് നോയ്സ് ലൈഫ് എന്ന് പറയും. അത് ഫ്രാങ്ക്ഫർട്ടിൻ്റെ അടുത്താണ്, ജർമ്മനിയിൽ. അപ്പോൾ അവിടെ അവരുടെ ടെസ്റ്റിംഗ് സെൻറ്ററിലേക്കാണ് നമ്മൾ പിന്നെ പോയിരുന്നത്. അപ്പോൾ അവിടേക്ക് ചാർട്ടർ ചെയ്തിട്ടുള്ള ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. ആ ഫ്ലൈറ്റിൽ പോയ അനുഭവത്തിനേക്കാളേറെ അവിടെ എത്തി ലാൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാധാരണ വളരെ ഒരു VVIP എക്സ്പീരിയൻസിൽ കിട്ടുന്ന ഒരു കാര്യമാണ് നമ്മൾ പ്ലെയിനിൻ്റെ അടുത്ത് വന്നിട്ട് കാറിൽ പിക്കപ്പ് ചെയ്യാന്നുള്ളത്. ആ ഒരു അനുഭവം എനിക്ക് ഭയങ്കര രസമായിരുന്നു. അന്ന് ജാഗ്വറിൻ്റെ XJ കാറുകൾ ലൈനപ്പായിട്ട് നിൽക്കും. നമ്മളിങ്ങനെ വരുന്നു, 2 ജേർണലിസ്റ്റുകൾ 3 ജേർണലിസ്റ്റുകളെല്ലാം തന്നെ കയറ്റുന്നു, നമ്മൾ ബാഗിലെ വണ്ടിയിൽ വയ്ക്കുന്നു, പോകുന്നു.
ഇതൊരു വേറെ തന്നെ ഒരു അനുഭവമായിരുന്നു. സാധാരണ നമ്മൾ ഫിലിംസിലോ അല്ലെങ്കിൽ വളരെ വലിയ ഡിപ്ലോമാറ്റ്സിലോ വരുമ്പോൾ നമ്മൾ ചിലപ്പം കാണുന്ന ഒരു അനുഭവമാണത്, എയർപോർട്ടിൽ നിന്നും ഫ്ലൈറ്റിൻ്റെ അടുത്ത് നിന്ന് പിക്ക് ചെയ്ത് പോകാന്നുള്ളത്. ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും വളരെ ഓവർവെൽമിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ഫീൽ അന്ന് കിട്ടി. അന്ന് രാത്രി ത്രൂ ഔട്ട്, വൈകിട്ട് നമ്മൾ എത്തി, രാത്രി എല്ലാം തന്നെ ആ ഒരു ഫീലിംഗ് ക്യാരി ചെയ്ത് നടന്നിരുന്നിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീടുണ്ടായിരുന്ന ഈ ഒരു നോയ്സ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള റേസ് ട്രാക്കുള്ള അനുഭവമാണ്. ഇത് ജർമ്മനിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് ഏകദേശം 2.5 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് ഈ നോയ്സ് ലൈഫ് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്, നെബറിംഗ് എന്നാണ് ട്രാക്കിന് ഇന്ന് അറിയപ്പെടുന്നത്. പക്ഷേ ആ നോയ്സ് ലൈഫ് എന്ന് പറഞ്ഞത് ഒരു ലോകത്ത് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ട്രാക്കാണ്. ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ എല്ലാ തരത്തിലും, കാരണം ഇത്രയും ലെങ്ത് ഉള്ള ട്രാക്കില്ല. ഏകദേശം 27 കിലോമീറ്ററോളം ലെങ്ത് ഉണ്ട്. അതായത് നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ കൊച്ചി ടൗണിൽ നിന്ന് നെടുമ്പാശ്ശേരി എത്തുന്നവരെ ഉള്ള ലെങ്ത്താണ് ട്രാക്കിനുള്ളത്. ആ ട്രാക്ക് തന്നെ ഒരു കുന്നിനെ ചുറ്റിയിട്ടാണ് വരുന്നത്. അപ്പോൾ ആ കുന്നിൻ്റെ ഓരോ ഭാഗത്തും ഓരോ തരത്തിലുള്ള ലൈറ്റിങ്, ഓരോ തരത്തിലുള്ള കാലാവസ്ഥയായിട്ടാണ് ഉണ്ടാവുക. തുടങ്ങുമ്പം ചിലപ്പം വെയിലുള്ള സ്ഥലത്തായിരിക്കും തുടങ്ങുക, ഡ്രൈ ആയിട്ടുള്ള ട്രാക്കായിരിക്കും. അതിൽ പോയി കുറച്ച് കഴിയുമ്പോൾ ചിലപ്പം മഞ്ഞ് കാണാം. കുറെ കൂടെ അങ്ങോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാവും മഴ പെയ്യുന്നത്, നല്ല മഴ പെയ്യുന്ന സംഭവം. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തൊരു ടേൺ കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് ഡ്രൈ ആയി നിൽക്കുന്നതാണ്. ഇങ്ങനെ ഒരു 27 കിലോമീറ്ററിൽ ഒരു 4-5 ക്ലൈമാറ്റിക് കണ്ടീഷനിലാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ട്രാക്കാണ്. ലോകത്ത് തന്നെ ഗ്രീൻ ഹെൽ എന്നാണ് ആ ട്രാക്കിനെ വിളിക്കുന്നത്. ഗ്രീൻ ഹെൽ എന്ന് പറഞ്ഞാൽ പച്ചപ്പ് നിറഞ്ഞ സ്ഥലമാണെങ്കിലും ഒരു ഹെല്ല് പോലെ ഒരുപാട് ആക്സിഡൻസും ഈ ഡ്രൈവ് ചെയ്യുമ്പം ആക്സിഡൻറ്റിൽ മരിച്ചിട്ടുള്ള ഒരു അനുഭവമുള്ള ഒരു ട്രാക്കാണ്. അന്ന് ജാഗോറിൻ്റെ XKRS എന്ന് പറഞ്ഞൊരു മോഡൽ, സ്പോർട്ട് മോഡലാണ്. അതിലായിരുന്നു നമുക്ക് ട്രെയിനിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ വാമപ്പ് ട്രെയിനിങ് സെഷൻ എന്നെല്ലാം പറയും. അതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് മെയിൻ സ്പീഡ് ഡ്രൈവ്. അത് ഗൈഡ് ചെയ്തിട്ടല്ല, നമ്മൾ ഓടിക്കണം. നമ്മൾ ഓടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ 3 വണ്ടി ആയിട്ടുണ്ട്, മുന്നിലുള്ള വണ്ടിയായിട്ട് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ ഒരു ആക്സിഡൻറ്റ് ഇല്ലാതെ പോയി വരിക എന്നുള്ളതാണ് ചാലഞ്ച്. അങ്ങനെ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവം, നമ്മൾ ഓടിച്ചു വന്നു. പക്ഷെ അപ്പോഴേക്കും നമ്മൾ സ്പീഡെല്ലാം കൂടി. സ്പീഡ് കൂടുമ്പോൾ നമ്മളെ റിഫ്ലക്സ് നല്ലോണം വർക്ക് ചെയ്യണം. റിഫ്ലക്സ് നല്ല വർക്ക് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് കോർണർ, ബ്രേക്കിങ്, പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ സ്പീഡ് കൂടുന്നവർ നമ്മളെ മുന്നിലുള്ള കാഴ്ച ബ്ലറായി വരും. ആകെ ഒരു ഫോക്കസിലെ കാഴ്ച ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നല്ല സ്പീഡിൽ പോകുന്ന സമയത്താണ് ഒരു ടേൺ കഴിഞ്ഞപ്പോൾ പിന്നെ ഫുൾ മഴ. മഴ എന്ന് പറഞ്ഞാൽ എനിക്ക് മുന്നിലുള്ള വണ്ടി കാണുന്നില്ല. അപ്പോൾ ഏകദേശം ഒരു 12 ഡിഗ്രി ഒറ്റാണ് അന്നത്തെ ക്ലൈമറ്റ്. അപ്പോൾ തണുപ്പുള്ള സമയമാണ്. പക്ഷെ ഞാൻ ഒരു സാധാരണ ഒരു സ്വെറ്റർ പോലത്തെ ഷർട്ടായിട്ടുള്ള, എന്നാലും അധികം ചൂടെടുക്കുന്ന ഷർട്ടില്ല. പക്ഷെ ഞാൻ ഈ ഡ്രൈവ് കഴിഞ്ഞ് വന്നപ്പോഴേക്ക് വേർത്തൊലിച്ചിട്ടാണ് എത്തിയത്. 3 ലാപ്പ് കഴിഞ്ഞപ്പോൾ അത്രയ്ക്കും നമ്മൾ ടെൻസ്ഡ് ആയിട്ടാണ് ഓടിക്കുന്നത്. പക്ഷെ ഫുൾ അഡ്രിനൽ റഷ് ഉള്ള രീതിയിൽ നമ്മൾ ഓടിച്ചു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം സാധാരണ പറയും, ഒരു ഫോർമുല 1 ഡ്രൈവർ ഒരു റേസ് കഴിഞ്ഞാൽ 4 മുതൽ 5 കിലോ വരെ കുറയും. അത്രയും വർക്കൗട്ടാണ് ചെയ്യുന്നത്. അതിനൊരു ചെറിയ അനുഭവമാണ് അന്ന് എനിക്ക് കിട്ടിയത്. ശരിക്കും നമ്മൾ ബോഡി ഫുൾ വർക്കൗട്ട് വാമായി സ്വെറ്റായിട്ടാണ് എത്തിയത്. അതൊരു വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അനുഭവമായിരുന്നു. ഒരുപാട് ട്രാക്കുകൾ ഞാൻ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും നോയ്സ് ലൈഫിലെ പോലത്തെ ഒരു എക്സ്പീരിയൻസ് പിന്നെ ഉണ്ടായിട്ടില്ല. സ്ലൊവേനിയ, മോണ്ടിനീഗ്രോ, സെർബിയ, പനാമ. സഞ്ചാരം വോളിയം നമ്പർ 13. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. നിങ്ങളിപ്പോൾ കേട്ടത് നല്ല ലക്ഷ്യൂറിയസ് ആയിട്ടുള്ളൊരു ട്രിപ്പാണെങ്കിൽ എല്ലാ ഇൻ്റർനാഷണൽ ട്രിപ്പും അങ്ങനെയാണ് ഉണ്ടായതെന്ന് കരുതരുത്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ പോയെങ്കിലും പിന്നീട് 1-2 തവണ സ്വന്തം ചെലവിൽ തന്നെ യാത്ര ചെയ്ത് അതിൽ എനിക്ക് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഒന്ന് ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോന് യാത്ര ചെയ്തായിരുന്നു. കാരണം ഞാൻ വരുന്നത് ഒരു ബിസിനസ് ഫാമിലിയിൽ നിന്നാണ്. കാലിക്കറ്റിലൊരു ഫസ്റ്റ് ബിൽഡറായിരുന്നു ഉപ്പ. പക്ഷേ എങ്കിലും അദ്ദേഹം വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് കാശ് തന്നിട്ട് എന്നെ വഷളാക്കിയിട്ടില്ല എന്ന് പറയാം. ആ അർത്ഥത്തിൽ നമുക്ക് സാലറി മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഞാൻ 2012 മുതൽ ഈ ഒരു TV ഷോ, ഫ്ലൈവിൽ എന്ന് പറഞ്ഞ TV ഷോ നമ്മൾ സ്വന്തമായിട്ട് ഫുള്ള് മാറിയതിൻ്റെ ശേഷം എൻ്റെ ഫുൾ ഇൻകം അത് റിലേറ്റഡ് ആയിരുന്നു. ഇൻകം ശരിക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, ജനറേറ്റ് ചെയ്തിരുന്നില്ല. ആ സമയത്ത് ശരിക്കും ചിലവ് മാത്രമായിരുന്നു. അന്ന് TV ഷോയിൽ നമുക്ക് സ്ലോട്ട് എടുത്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാ വീക്കും അതിൻ്റെ ഫീയും കാര്യമായിട്ട് ഉണ്ടാക്കുന്നതിലൊക്കെ ഏറെ ചിലവുണ്ടായിരുന്ന സമയം. അങ്ങനെ ഞാൻ ചെയ്ത യാത്രയിൽ ഒരു വളരെ എന്താ പറയുക ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു യാത്രയാണ് ഈ ഫ്രാങ്ക്ഫർട്ട് ട്രിപ്പിൽ. കാരണം അത് യാത്രാപരമായിട്ടില്ല, അവിടെ ഉണ്ടായിരുന്ന അനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോഴാണ്. കാരണം ഞാനൊരു ടിക്കറ്റ് എടുത്തു. എനിക്ക് ഒരിക്കൽ എമിറേറ്റ്സിൻ്റെ ഒരു ഓഫറിൽ എടുത്തൊരു ടിക്കറ്റ് ഉണ്ട്, ബ്ലോക്ക് ചെയ്ത് വെച്ച ടിക്കറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമേ ഈ ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോൻ്റെ സമയം നോക്കിയിട്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് കുഴപ്പമില്ലാത്ത റേറ്റിൽ എനിക്ക് ടിക്കറ്റ് കിട്ടി.
ടിക്കറ്റ് കിട്ടിയെങ്കിലും ബാക്കിയുള്ള എല്ലാം തന്നെ ഞാൻ വളരെ ചെലവ് ചുരുങ്ങിയിട്ടായിരുന്നു യാത്ര ചെയ്തിരുന്നത്. അപ്പം അന്ന് ഡോർമെട്രിയിലാണ് റൂം എടുത്തിരുന്നത്. അങ്ങനെ ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോ 2 ദിവസമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം പോയി ഞാൻ ഡോർമെട്രി ആയതുകൊണ്ട് എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് കരുതി. കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല റൂമല്ലായിരുന്നു. പക്ഷേ അവിടെ അന്ന് റൂം അവൈലബിൾ ആയിരുന്നില്ല എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ. അപ്പോൾ അടുത്ത ദിവസത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാമെന്ന് വെച്ചു. എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കിയപ്പം കിട്ടാതെ വന്നപ്പോൾ ഞാൻ ഓൺലൈനിൽ വേറൊരു ഹോട്ടൽ ബുക്ക് ചെയ്തു. ഹോട്ടലല്ല, ആക്ച്വലി ഒരാൾ ഹോം സ്റ്റേ പോലെ നടത്തുന്ന ഒരു സ്ഥലമാണ്. ഞാൻ നോക്കിയപ്പം സിറ്റിയിൽ നിന്നും കുറച്ച് വിട്ടിട്ടാണ്. പക്ഷേ അതേ ഉള്ളൂ അന്ന് ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോ നടക്കുന്നുണ്ട് ഒരു എഫോർഡബിൾ ആയിട്ടുള്ള റൂം. അപ്പം നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ സിറ്റിയിൽ നിന്നും പുറത്തേക്ക് പോയിട്ടാണ് സ്ഥലം. ഞാൻ അന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഈ ചെക്കൗട്ട് ചെയ്ത് അടുത്ത സ്ഥലത്ത് പോയിട്ട് ചെക്ക് ഇൻ ചെയ്തിട്ട് ബാഗ് വെച്ചിട്ട് വേണം എനിക്ക് ഫ്രാങ്ക്ഫർട്ട് മോട്ടോർ ഷോയിലേക്ക് വരാൻ. അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ട്രെയിൻ എടുത്തു. ബാൻ എന്ന് പറയും അവിടെ. ബാൻ എടുത്ത് ഞാൻ ഒരു അടുത്ത സ്റ്റേഷനിൽ പോയി. അപ്പം എനിക്ക് ഈ കിഡ്നി സ്റ്റോണിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് അന്നൊന്നും ഉണ്ടായിരുന്നില്ല, വെള്ളം നല്ലോണം കുടിക്കുന്ന സമയത്ത്. പക്ഷേ ഈ ദിവസം എനിക്ക് ആ പെയിൻ വന്നു തുടങ്ങി. സ്വാഭാവികമായിട്ടും നമ്മൾ യാത്ര ചെയ്യുമ്പം കുറച്ച് വലിയ ബാഗും, പ്രത്യേകിച്ച് എനിക്ക് വണ്ടിയുടെ റിലേറ്റഡ് ആയിട്ടുള്ള ബ്രോഷറോ മറ്റെല്ലാം കിട്ടിയ എല്ലാം കളക്ട് ചെയ്യുന്ന സ്വഭാവമുണ്ട്. അപ്പോൾ ആദ്യത്തെ ദിവസം ബാഗിൽ എല്ലാം കൂടെ കുത്തി നിറച്ച് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ ട്രെയിൻ എടുത്ത് വന്നു. അടുത്ത സ്റ്റേഷനിൽ നിന്ന് ബസ്സിലാണ് പോകേണ്ടിരുന്നത്. ആ ബസ് കയറി ഞാൻ പോയി. എനിക്ക് അവിടെ എത്തുമ്പോഴേക്കും നല്ല പെയിനായി തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ സ്റ്റോണിൻ്റെ വേദന വന്നവർക്ക് അറിയാൻ പറ്റും. അത് വരുമ്പോൾ നല്ല പെയിനാണ്. പെയിൻ മാത്രമല്ല, നമ്മൾ ഭയങ്കര ക്ഷീണിക്കും. ഒറ്റയ്ക്കാണുള്ളത്, അപ്പോൾ ഒരു സപ്പോർട്ടിന് ആളില്ല. ഞാൻ അവിടെ എത്തി. ഞാൻ ബസ് ഇറങ്ങിയോട് അവിടെ നിന്ന് 2 കിലോമീറ്ററാണുള്ളത്. ഞാൻ നടക്കാമെന്നുള്ള പ്ലാനിലാണ് അങ്ങനെ യാത്ര ചെയ്തിരുന്നത്. കാരണം അത്രയും പൈസ ലാഭിക്കാം അല്ലെങ്കിൽ സേവ് ചെയ്യാം എന്നുള്ളതുണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും എനിക്ക് നടക്കാൻ പറ്റാത്ത അത്രയും പെയിനായി. ആയപ്പോൾ ഞാനൊരു കോഫി ഷോപ്പിന് മുന്നിൽ എത്തി. ആ കോഫി ഷോപ്പ് പക്ഷേ അടച്ചിരിക്കുകയായിരുന്നു, ഒരു തുറക്കുന്നുള്ളൂ. ഞാൻ ചോദിച്ചു, ഞാൻ ഒന്ന് ഇവിടെ ഇരുന്നിട്ടോ, അവിടെ ഔട്ട്ഡോർ സീറ്റിംഗ് ഉണ്ടോ? അപ്പം പറഞ്ഞു കുഴപ്പമില്ല, ഇരുന്നോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇരിക്കുന്നത് കണ്ടിട്ട് ആ കോഫി ഷോപ്പിൻ്റെ ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ആർ യു നോട്ട് ഫീലിംഗ് വെൽ എന്ന് വെച്ചു. ഞാൻ നോ, ഐ ഡോണ്ട് ഫീൽ വെൽ, ക്യാൻ ഐ ഹെൽപ്പ് യു? ആൻഡ് ഓഫ് കോഴ്സ് ക്യാൻ ഐ ഗെറ്റ് എ കോഫി എന്ന് വെച്ചു, ബ്ലാക്ക് കോഫി. പറഞ്ഞു നോട്ട് സ്റ്റാർട്ടഡ് ബട്ട് ഐ വിൽ ഗെറ്റ് യു സംതിങ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരനുള്ളിൽ പോയിട്ട് എന്തോ ഒരു കോഫി തന്നെ എടുത്തുകൊണ്ടുവന്നു. പക്ഷേ മെഷീൻ എന്നല്ല, ഞാൻ പ്രിപ്പയർ ചെയ്താന്ന് പറഞ്ഞു. ഞാൻ താങ്ക്സ് സോ മച്ച് എന്ന് പറഞ്ഞാൽ എന്നോടൊന്ന് യൂസ് ഇറ്റ് റിലാക്സ് എന്ന് പറഞ്ഞു. ഞാൻ കോഫിനെ കുടിച്ച് പെയിന് മാറുന്നില്ല. കാരണം മൂത്രം തടസ്സം വന്ന് പോകാതിരിക്കുമ്പോഴൊരു പെയിൻ ഉണ്ട്. ശരിക്കും നല്ല പെയിൻഫുള്ളാണ്. ഞാൻ 2-3 പ്രാവശ്യം നമ്മുടെ ടോയ്ലറ്റിലും പോയി നോക്കി, പറ്റുന്നില്ല. ഞാൻ ഒരു അരമണിക്കൂറോളം ഇരുന്നപ്പം ഞാൻ കരുതി ഇനിയിപ്പം ഊബറിൽ ടാക്സി എടുത്തിട്ട് പോകാം എന്ന് കരുതി ടാക്സി ബുക്ക് ചെയ്തു. അവിടെ പോയപ്പം ഒരു ചെറിയ 2 നിലയുള്ള വീടാണ്. കയറി വന്നപ്പോൾ ഒരു പ്രായമുള്ള ഒരാളാണ് റിസപ്ഷനിൽ, അദ്ദേഹത്തിൻ്റെ വീടാണ്. അപ്പോൾ അതിൽ റൂം എനിക്ക് കിട്ടിയത് ഞാൻ കുറഞ്ഞ റേറ്റിലെടുത്തും സിംഗിൾ ഒക്യുപ്പൻസി ആയതുകൊണ്ടും 2nd ഫ്ലോറിലാണ്. ലിഫ്റ്റിലൊന്നുമില്ല. ഈ ബാഗ് എടുത്ത് എനിക്ക് കയറണം. ഒരു തരത്തിലും അവരോട് എനിക്ക് ബാഗ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറ്റില്ല, അത്രയും പ്രായമുള്ള ആൾക്കാരാണ്. ഞാൻ ഈ ബാഗും കാര്യമെല്ലാം എടുത്ത് മേലെ കയറി വന്നപ്പോഴേക്കും ഞാൻ പക്ക എന്താ പറയുക ഔട്ടായി. എനിക്ക് പറ്റുന്നില്ല. ഞാൻ അവിടെ ബെഡിലിരിക്കലും ശരിക്കും ഞാൻ അവിടേക്ക് ഉറങ്ങിപ്പോയി. പെയിനോട് കൂടിയിട്ട് നമ്മൾ ഉറങ്ങിപ്പോണ്ട്. നമ്മൾ ബോധം കിട്ടും ഉറങ്ങാന്ന് പറഞ്ഞാൽ അങ്ങനെ ഉറങ്ങി വന്ന് ഞാൻ പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റപ്പോഴേക്ക് ഉച്ച കഴിഞ്ഞു. ഞാൻ രാവിലെ ഷോന് പോകേണ്ടതാണ്. ആ സമയത്ത് എനിക്ക് നല്ല മൂത്രക്കടച്ചിൽ വന്ന് ഞാൻ ടോയ്ലറ്റിൽ പോയി മൂത്രം ഒഴിക്കുന്നതിൽ തൂണ് തെറിച്ചു പോയി. പക്ക ശരിക്കും ഭയങ്കര റിലാക്സേഷനാണ് ആ ഫീൽ ഉണ്ടാവുക. ആ ഒരു പെയിൻ കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ബോഡി അങ്ങോട്ടേക്ക് ഫ്രീ ആയി ഞാനൊന്ന് നമ്മൾ ശരിക്കും വേർത്ത് എല്ലാം മാറി കഴിഞ്ഞ് ഞാൻ ഓട്ടോ ഷോന് പോയി. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ ആലോചിച്ചൊരു കാര്യമുണ്ട്. ഞാൻ ഒറ്റയ്ക്കാണ്, ഒരു പരിചയമില്ലാത്ത നാട്, വളരെ എന്താ പറയുക ടൗണിൽ നിന്ന് വിട്ടിരിക്കുന്ന ഒരു വില്ലേജ് പോലത്തെ സ്ഥലം. ഇവിടെ നിന്ന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഇൻഫോം ചെയ്യാനും കൂടെ ഒരാളില്ല. നമ്മൾ ജർമ്മനിയിൽ പോകുമ്പോൾ വേറെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എത്ര ഇംഗ്ലീഷ് ഉണ്ടായിട്ടും കാര്യമില്ല, അവരധികം ജർമ്മനിയാണ് സംസാരിക്കുക, ജർമ്മൻ ഭാഷയാണ് സംസാരിക്കുക. കാരണം അവർക്ക് മുമ്പ് യുദ്ധകാലത്തുണ്ടായിരുന്ന ഇംഗ്ലീഷ് അനുഭവങ്ങൾ മോശമായിരുന്നു. അപ്പം അങ്ങനെ വരുമ്പോഴുള്ള റിസ്ക്കുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? അപ്പം ഞാൻ കാര്യം മനസ്സിലാക്കിയത്, നമ്മൾ എവിടെയാണ് നമ്മൾ യാത്രയിൽ ഉണ്ടാവുമെന്നറിയില്ല, പ്രത്യേകിച്ച് ഓട്ടോ ജേർണലിസ്റ്റ്. നമ്മളൊരു അനുഭവം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, മോശമായിട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്ന സഹായം ചെയ്യാം. ഇപ്പം ഞാൻ ഏത് ആക്സിഡൻറ്റും മുന്നിൽ കണ്ടാലും അന്ന് നിർത്തി അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ശ്രമിക്കാറുണ്ട്. അത് അത്യാവശ്യമാണ്. കാരണം നമ്മൾ റോഡിലാണുള്ളത്, നമ്മൾ ഏത് രാജ്യത്താണ്, ഏത് സ്ഥലത്താണ് ഉണ്ടാവില്ല, ആരാണ് നമ്മളെ സഹായിക്കാമെന്നറിയില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മൾ മുന്നിൽ കാണുകയാണെങ്കിൽ ഞാൻ എന്തായാലും സഹായിക്കും. അതന്ന് ഒന്നുകൂടെ ദൃഢനിശ്ചയത്തോടു കൂടി എടുത്തൊരു തീരുമാനമായി മാറി.